വെനസ്വേലയിലെ അമേരിക്കൻ ആക്രമണം ചർച്ച ചെയ്യാൻ UN സെക്യൂരിറ്റി കൗൺസിൽ നാളെ യോഗം ചേരും. അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ന്യൂയോർക്കിൽ എത്തിച്ചു. വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് US നടപടിക്കെതിരെ ശക്തമായ രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് മഡൂറോ ഇപ്പോഴും വെനസ്വേലൻ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Desde este exigimos la inmediata liberación del presidente Nicolás Maduro y de su esposa Cilia Flores. Único presidente de Venezuela, el presidente Nicolás Maduro. വിവരങ്ങളുമായി ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുകയാണ്. അതിന് മുൻപ് നമുക്കൊരു പ്രതികരണം കൂടി നോക്കേണ്ടതുണ്ട്. മഡൂറോയ്ക്കെതിരെ മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരായ കുറ്റം ചുമത്തിയതായി ട്രംപ് അറിയിച്ചിരുന്നു. പുതിയ സർക്കാർ സംവിധാനം രൂപീകരിക്കുന്നത് വരെ അമേരിക്ക വെനസ്വേലയെ നിയന്ത്രിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. We're going to run the country until such time as we can do a safe, proper, and judicious transition. So we don't want to be involved with having somebody else get in, and we have the same situation that we had for the last long period of years. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, വെനസ്വേലയിലെ അവസ്ഥ വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലാണ്, US കസ്റ്റഡിയിലാണ്. ഈ വെനസ്വേല ഞങ്ങൾ ഭരിക്കും എന്നാണ് ട്രംപിന്റെ അവകാശവാദവും. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? തീർച്ചയായും രാഖി, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ വെനസ്വേലയിലെ ഭരണം നടത്തുന്നത് അമേരിക്ക തന്നെയായിരിക്കുമെന്ന് വളരെ കൃത്യമായി ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നിലവിൽ വെനസ്വേലയുടെ ഭരണം അല്ലെങ്കിൽ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെ കൈവശമാണ്. അമേരിക്ക ഒരു പുതിയ സർക്കാർ വരുന്നതോടുകൂടി അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വരുന്നതുവരെ അമേരിക്ക തന്നെ നിയന്ത്രിക്കുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു അധിനിവേശത്തിൻ്റെ സ്വഭാവം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി വെനസ്വേലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതിനെ തെളിയിക്കുന്ന ഒരു മറുപടിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കർശന നടപടികൾ ഇത്തരത്തിൽ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ പറയുകയും അതുപോലെ തന്നെ വെനസ്വേലയുടെ നേരെ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്ത ഒരു നീക്കത്തെ ന്യായീകരിക്കുന്നൊരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. മറ്റൊരു സുപ്രധാന സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അമേരിക്കയിലെ എണ്ണ സംസ്കരണ കമ്പനികൾ വെനസ്വേലയിൽ സംരംഭങ്ങൾ ആരംഭിക്കും അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കും അതിനു വേണ്ടി എന്ന ഒരു വ്യക്തമാക്കലും ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ട്രംപ് ലക്ഷ്യം വെച്ചത് എന്താണ് എന്ന് തന്നെയാണ്. മയക്കുമരുന്നിൻ്റെ കടത്തിൻ്റെ പേരിൽ അതിശക്തമായ ഒരു ആക്രമണം ഒരു രാജ്യത്തിന് നേരെ നടത്തുകയും ആ രാജ്യത്തെ പ്രസിഡന്റിനെ പിടികൂടി കൊണ്ടുവന്ന് വിചാരണ ചെയ്യണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂയോർക്കിൽ വിചാരണ നേരിടണമെന്നാവശ്യപ്പെട്ട് ന്യൂയോർക്കിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഏതാണ്ട് 3-4 മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ന്യൂയോർക്കിൽ പ്രതിരോധ വിമാനത്താവളത്തിൽ ഇറക്കി എന്ന റിപ്പോർട്ടുകൾ കൃത്യമായി പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് നീങ്ങുക. ന്യൂയോർക്കിലെ ഒരു കോടതി ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസ് മഡൂറോയ്ക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. US അറ്റോർണി തന്നെ ഇക്കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനുമുള്ള കൃത്യമായ നീക്കം 4 ദിവസം മുമ്പേ ആരംഭിച്ചതായിരുന്നുവെന്നും ട്രംപ് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ഒരു മറുപടിയിലാണ് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. ഒരു ടെലിഫോൺ മറുപടിയിലാണ് അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ സ്വാഭാവികമായും പ്രതികരണം വെനസ്വേലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് വളരെ കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തു. അത് വെനസ്വേലയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നിക്കോളാസ് മഡൂറോ തന്നെയാണ്. അതിൽ മാറ്റമില്ല എന്നൊരു നിലപാടാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ അവിടെ അധികാര കൈമാറ്റം നടത്തുന്നതിനെയൊന്നും അംഗീകരിക്കുന്നില്ല സംവിധാനങ്ങളെന്ന് കൃത്യമായി അമേരിക്കയെ അറിയിക്കുക തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണത്തിൽ നിന്നും നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ശക്തമായ ഒരു ആക്രമണം ആ മേഖലയിലെല്ലാം തന്നെ നടത്തുകയും ഇവിടെ പിടികൂടി നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ കർശനമായ നിലപാട് കൂടിയോടെ വെനസ്വേല മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഘടകം. മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയത്തിൽ നാളെ അതായത് തിങ്കളാഴ്ച യോഗം ചേരാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതാണ്. തിങ്കളാഴ്ച യോഗം ചേരണമെന്ന ആവശ്യം റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു. അതുപോലെ തന്നെ ചൈനയും അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇന്നലെ ചൈനയുടെ ഒരു നയതന്ത്ര പ്രതിനിധി നിക്കോളാസ് മഡൂറോയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ കണ്ണുകെട്ടിക്കൊണ്ടുള്ള
നിക്കോളാസ് മഡൂറോയുടെ വിമാനത്തിലും അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ പുറത്തുമൊക്കെയുള്ള ചിത്രങ്ങൾ, കപ്പലിലുള്ള ചിത്രങ്ങൾ, യുദ്ധക്കപ്പലിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തത്. നിലവിലൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ഈ രീതിയിൽ പിടികൂടി വിചാരണ ചെയ്യാൻ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് നയതന്ത്ര തലത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ചർച്ചയിലേക്ക് പോലും പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നയതന്ത്ര ബന്ധം അത്ര പ്രബലമല്ലാതിരിക്കുന്ന രണ്ട് രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ന്യായീകരണം അമേരിക്കയ്ക്ക് നൽകാനാകുമെന്നത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ കൂടി അമേരിക്കയോടൊപ്പം കാലങ്ങളായി നിലനിൽക്കുന്ന രാജ്യങ്ങളൊന്നും നേരിട്ടൊരു പ്രതികരണവുമായി എത്തിയിട്ടില്ല എന്നതും ഒരു ഗൗരവമേറിയ വിഷയമാണ്. തീർച്ചയായും ഈ അധിനിവേശത്തിനെതിരായൊരു നീക്കം ലോകം മുഴുവൻ നടക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ നാളെ ഈ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുമ്പോൾ അത് വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആശാസ്യമായ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുമോ? കാരണം പ്രസിഡന്റൊക്കെ ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് സാധ്യതയുണ്ടോ? ഈ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമാണിത്. കാരണം ഈ പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത UN സെക്യൂരിറ്റി കൗൺസിലിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയത് അല്ലെങ്കിൽ ഒരു അധിനിവേശം നടത്തിയത് അമേരിക്കയാണ്. അമേരിക്ക UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗമാണ്. സ്ഥിരാംഗങ്ങൾക്കുള്ള വീറ്റോ പവർ അവിടെ ഉപയോഗിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ കൗൺസിലിലെ ഒരു റെസൊല്യൂഷനെ പൂർണ്ണമായും അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയോ അല്ലെങ്കിൽ UNൻ്റെ ഒരു ഇടപെടലോ ഇക്കാര്യത്തിൽ ഉടൻ തന്നെ നടത്തുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേർന്ന് അവിടെ ഒരു സൈനിക ഇടപെടലോ UN ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കുക വയ്യ. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗം കൂടിയായ അമേരിക്കയ്ക്ക് വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. തീർച്ചയായും ആ ഒരു തീരുമാനമെടുത്താൽ അത് വീറ്റോ ചെയ്യപ്പെടുകയായിരിക്കും ഉണ്ടാവുക. പിന്നീട് UN ജനറൽ അസംബ്ലിയിൽ ഏതെങ്കിലും പ്രതിഷേധ പ്രമേയങ്ങളൊക്കെ വരുമെന്നല്ലാതെ UNൽ ഇക്കാര്യത്തിൽ കാര്യമായൊരു ഇടപെടൽ UNന് നടത്താൻ സാധിക്കുമെന്ന് കരുതുക വയ്യ. പക്ഷേ മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി കാര്യക്ഷമമായൊരു നീക്കങ്ങളിലേക്ക് പോകുന്നതിനും, അതായത് ഇപ്പോൾ നിലവിൽ അമേരിക്ക ഭരിക്കും എന്ന് പറയുന്നത് കുറെ കൂടി സ്വതന്ത്രമായൊരു നിലപാട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിനും ഒരു അന്താരാഷ്ട്ര നിരീക്ഷകരെ വയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്താമെന്നല്ലാതെ UNൻ്റെ ഇടപെടൽ കൊണ്ട് കാര്യമായൊരു പ്രതിരോധം ഇക്കാര്യത്തിൽ സൃഷ്ടിക്കുക എത്ര കണ്ട് സാധ്യമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക വെനസ്വേല ഭരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റു പോംവഴികളില്ല എന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും. എന്തായാലും വെനസ്വേലയുടെ കാര്യത്തിൽ സ്ഥിതി സങ്കീർണമാണ് എന്നുള്ളത് തന്നെയാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുമ്പോൾ അത് എങ്ങനെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കൊണ്ടുവരും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും. ഐസൻ സൂചിപ്പിച്ചതുപോലെ പ്രബലമായ അമേരിക്കയാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുമോ, ട്രംപിനെ എങ്ങനെ ഇതിൽ നിന്ന് പിൻവാങ്ങിപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരുമെന്നുള്ളതാണ് ഐസൻ ജോസാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.